റെഡി അല്ലേ രണ്ടുപേരും? യെസ് അലൻ, യുവർ 1 minute സ്റ്റാർട്ട്സ് നൗ. നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ ഏറ്റവും ഉയർന്ന സാധ്യതയാണ് വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ്. വിദേശകാര്യ മന്ത്രാലയം 2022 പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ആ വർഷം മാത്രം 4,40,000-ഓളം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. 28 മുതൽ 30 ബില്യൺ US$ ഒഴുക്കിനും ഒപ്പം തന്നെ മസ്തിഷ്ക ചോർച്ചയ്ക്കും കാരണമാകുന്ന ഈ പ്രവണതയ്ക്ക് തടയിടുക എന്നതിനൊപ്പം 80 ബില്യൺ US$ ലാഭം ഉണ്ടാക്കാനും വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ് ഇന്ത്യയെ സഹായിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സർവേ പ്രകാരം 1000-ഓളം സർവകലാശാലകളും 45,000-ഓളം കലാലയങ്ങളും നിലനിൽക്കുന്ന ഈ രാജ്യത്തെ മൊത്തം എൻറോൾമെന്റ് അനുപാതം എന്ന് പറയുന്നത് 27.1% മാത്രമാണെന്നുള്ളതും അതോടൊപ്പം QS ലോക റാങ്കിങ്ങിൽ ആദ്യ 400 സർവകലാശാലകളുടെ പട്ടികയിൽ കേവലം 8 എണ്ണം മാത്രമാണ് ഇന്ത്യൻ സർവകലാശാലകൾ എന്നതും മെച്ചപ്പെടേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിര വികസന പദ്ധതികളിലെ 4ാമത്തെ ലക്ഷ്യമായ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിൽ വിദേശ സർവകലാശാലകൾക്ക് തീർച്ചയായും പങ്കുണ്ടാവും. Yes. So Privya, you will get 1 minute and your time starts now. വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജെയ്സൺ ലേമും കെവിൻ കിൻസ്നറും 2012 നടത്തിയ ക്രോസ് ബോർഡർ എഡ്യൂക്കേഷൻ റിസർച്ച് ടീമിന് കീഴിൽ നടത്തിയ പഠനത്തിൽ മൂലധന സഞ്ചയത്തിൽ മാത്രം വിദേശ സർവകലാശാലകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കണ്ടെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാപ് ഇൻഡെക്സ് നടത്തുന്ന പഠനത്തിൽ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ 75% വിദ്യാർത്ഥികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും അതിൽ തന്നെ 5% വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കേണ്ട സാഹചര്യമുണ്ടെന്നും കണ്ടെത്തുമ്പോൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒന്നായി വിദേശ സർവകലാശാലകൾ മാറുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസം എന്നത് കേവലം പാഠ്യവിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും അതിന് മറ്റൊരു തലം കൂടിയുണ്ടെന്നും തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സാംസ്കാരിക വൈവിധ്യങ്ങളെ വിദേശ സർവകലാശാലകൾക്ക് ഉൾക്കൊള്ളാനാകുമോ എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നത്. 1980-കളിൽ ജപ്പാനിൽ 30ഓളം വിദേശ സർവകലാശാലകൾ തങ്ങളുടെ ക്യാമ്പസുകൾ തുറന്നിട്ടും ടെമ്പിൾ യൂണിവേഴ്സിറ്റി ജപ്പാൻ ക്യാമ്പസ് മാത്രം ഇന്നും അതിജീവിക്കുന്നത് മറ്റുള്ളവയ്ക്ക് ജപ്പാന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ്. നിലവിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ വിഭജനങ്ങൾ നടത്താൻ മാത്രമേ വിദേശ സർവകലാശാലകൾ കടന്നുവരവിന് സാധിക്കുകയുള്ളൂ എന്നും അത് ഗുണകരമാകില്ല എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. Privya, രണ്ടുപേരുടെയും 1 minute അവസാനിക്കുകയാണ്. Your debate time starts now. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഇത്രയും യുവാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനാവശ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിന് സർക്കാരിന് പരിമിതികളുണ്ട്. GDP-യുടെ 2.8% മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. ഗവേഷണവും വികസനവും എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ 3.2% മാറ്റിവെക്കുമ്പോൾ ഇന്ത്യക്ക് 0.7% മാത്രമാണ് മാറ്റിവെക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലേക്ക് വിദേശ സർവകലാശാലകൾ കടന്നു വരുമ്പോൾ മികച്ച നിക്ഷേപങ്ങൾക്കൊപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും ഉയർത്തപ്പെടുകയാണ്. Privya? വിദേശ സർവകലാശാലകൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ഏതു വിഭാഗക്കാർക്കാണ് പ്രാപ്യമായതെന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. UGCയുടെ 2021 മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 49% നിക്ഷേപങ്ങൾ നടത്താൻ സ്വകാര്യ മേഖലയ്ക്ക് സാധിക്കുന്ന സാഹചര്യത്തിൽ വിദേശ സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സ്വാശ്രയ കോളേജുകളിൽ തലവരിപ്പണം അടക്കം പരിഹരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ 13,600-ഓളം അവശ്യ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വരേണ്യവൽക്കരണത്തിലേക്ക് അത് നയിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ വരേണ്യവൽക്കരണത്തെ കുറിച്ച് സൂചിപ്പിച്ച എന്റെ സുഹൃത്തിനോട് ഞാൻ വീഴുന്ന അക്കാദമിക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗ്ലോബൽ പബ്ലിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ അക്കാദമിക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 0.352 മാത്രമാണ്. ഏറ്റവും കുറവ് 30%-ലാണ് അക്കാദമിക് സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം ഗവേഷണം നടത്തിയാൽ മതിയെന്ന കേന്ദ്ര സർക്കാരിന്റെ ഓർഡറുകൾ പോലെയുള്ള ഇടപെടലുകൾ നടക്കുമ്പോൾ തീർച്ചയായും ഉയർന്ന അക്കാദമിക് സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ് ഗവേഷണത്തിന് പുതിയ സാധ്യതകൾ തുറക്കുകയാണ്. വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രത്തോളം അക്കാദമിക് സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോഴും അത് ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നൊരു ചോദ്യമാണ്. 1970-കളിൽ തന്നെ മാനവിക വിഷയങ്ങൾക്ക് പരിഗണന നൽകാതെ ശാസ്ത്ര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് ജോൺ ഹോപ്പിൻസ് അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾക്ക് തങ്ങളുടെ വിദേശ ക്യാമ്പസുകളിന്മേൽ വിമർശനം നേരിടേണ്ട സാഹചര്യം ഉണ്ടായി. നിലവിൽ ഇന്ത്യയിൽ തന്നെയും ഈ പറയുന്ന മാനവിക വിഷയങ്ങൾക്ക് പരിഗണന ലഭിക്കാത്ത സാഹചര്യത്തിൽ വൈവിധ്യവൽക്കരണത്തിനും അതുപോലെ തന്നെ ഗുണമേന്മയ്ക്കും അപജയം സംഭവിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ കടന്നു ചെന്ന് ചിന്തിക്കേണ്ട മേഖല എന്ന് പറയുന്നത് വിഭവങ്ങളുടെ ലഭ്യതയെക്കുറിച്ചാണ്. വിഭവാശ്രിത സിദ്ധാന്തം എന്ന് പറയുന്നത് പെഫർ സാൽനിക് എന്നീ അമേരിക്കൻ ചിന്തകർ മുന്നോട്ട് വയ്ക്കുന്ന ഈ സിദ്ധാന്ത പ്രകാരം സാമ്പത്തിക സ്രോതസ്സുകളും അധ്യാപക വൈദഗ്ധ്യവും സാങ്കേതിക സ്രോതസ്സുകളുമുള്ള ഒരു വിദ്യാഭ്യാസ ചുറ്റുപാടിൽ മാത്രമേ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവതരിപ്പിക്കുന്ന കണക്കുകൾ പ്രകാരം IIT-കളിൽ 40%, IIM-കളിൽ 30% അധ്യാപിക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. വിഭവ ശോഷണത്തെ നേരിടണമെങ്കിൽ കൃത്യമായും ഇവിടെ വിദേശ സർവകലാശാലകൾ കടന്നു വരേണ്ടിയിരിക്കുന്നു.
അനുഭവിക്കുന്നു. lack of resource. വിദ്യാഭ്യാസം ഗുണനിലവാരം ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുന്ന സാഹചര്യത്തിലാണ്. ഇത് ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രത്തോളം പ്രാവർത്തികമാകുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിൽ തന്നെ എയ്ഡഡ് കലാലയ വിദ്യാലയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 നിഷ്കർഷിക്കുന്ന സംവരണത്തിന്റെ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. സംവരണേതര വഴികളിലൂടെ 0.38% മാത്രം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ് ഈ പറയുന്ന 1,20,000 നിയമങ്ങളിൽ പങ്കുചേരാകുന്നത്. ഇത്തരത്തിൽ സംവരണത്തിന്റെ ചട്ടങ്ങളെല്ലാം അതിലംഘിക്കാൻ വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ് വഴിയൊരുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. വിദേശ സർവകലാശാലകൾ സംവരണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിക്കുന്ന എൻ്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള രാജ് സിംഗ് മുന്നോട്ട് വെക്കുന്ന UGCയുടെ ഈ നീക്കം എന്ന് പറയുന്നത് തീർച്ചയായും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ തടയലിന് മാത്രമല്ല, കുറഞ്ഞ ജീവിത ചെലവ് എന്ന കാരണത്താൽ തന്നെ വിദേശ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും സാധിക്കുമെന്ന് പറയുന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത് പരീക്ഷിച്ച് വിജയിച്ച ധാരാളം ആഗോള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഖത്തറിലേക്ക് കടന്നു വന്നിട്ടുള്ള ബ്രാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും UAEയിലേക്ക് കടന്നു വന്നിട്ടുള്ള ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയും എല്ലാം മുന്നോട്ട് വെക്കുന്ന ഉദാഹരണങ്ങൾ ആഗോളതലത്തിൽ പരീക്ഷിച്ച് വിജയിച്ചവയാകുമ്പോൾ ഇന്ത്യ പരീക്ഷണത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയല്ലേ വേണ്ടത് എന്ന് എൻ്റെ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1930 മുതൽ 65ഓളം സർവകലാശാലകൾ ഇത്തരം വിദേശ ക്യാമ്പസുകളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടും ഈ പറയുന്ന രാജ്യങ്ങളിലൊന്നും കൃത്യമായ സാമൂഹിക പരിവർത്തനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. IME ഷഹീൻബാദ് ഡയറക്ടർ BS ഹോത്തി പറയുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉയർന്ന വിദ്യാഭ്യാസ കമ്മി, ഒന്നാം തലമുറ വിദ്യാർത്ഥികളുടെ എണ്ണ കൂടുതൽ, ഭാഷാ വൈവിധ്യങ്ങൾ തുടങ്ങിയവയൊന്നും പരിഹരിക്കുവാനോ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനോ വിദേശ സർവകലാശാലകൾ സാധിക്കില്ല എന്ന്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭാഷാ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ചയ്ക്ക് മാത്രമേ അത് വഴിയൊരുക്കുകയുള്ളൂ. പ്രിയ ആൻഡ് അലൻ രണ്ടുപേരെയും സമയം അവസാനിക്കുകയാണ്. Federal Bank Speak for India Kerala Edition Season 8 in association with Madhrbhoomi.